സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജി ആലോചനയിൽ പോലുമില്ലെന്നാണ് രാഹുലിന്റെ നിലപാട്. കോൺഗ്രസിന്റെ നേതൃത്വവും ഇതേ നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രതിപക്ഷ നിരയിലെ ഇടതുപക്ഷത്തിന്റെയും BJP-യുടെയും പ്രതിഷേധങ്ങളെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. CPM ഇപ്പോൾ ഈ വാർഡ് ഇറക്കുന്നതിന് പിന്നിൽ, ഈ നീക്കം നടത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയ മറ്റൊരു അജണ്ടയുണ്ട് എന്ന വാദം ഉയർത്തിക്കൊണ്ടാവും കോൺഗ്രസിന്റെ നീക്കമെന്ന് നമുക്ക് കരുതാം. MG മിഥുനുണ്ട്. മിഥുൻ, രാഹുൽ മാങ്കൂട്ടം ഇത് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണയാണ്. കോൺഗ്രസിന് മുന്നിലുള്ള വെല്ലുവിളി എത്രമാത്രം വലുതാണ്? കാരണം ഇതിൽ വലിയ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും. ഒരു MLA-ക്ക് സ്വന്തം മണ്ഡലത്തിൽ കടന്നു ചെല്ലാൻ കയറാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാവും ഉണ്ടാവുക. എന്തായാലും രാജിയില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി ആ പ്രതിഷേധങ്ങൾ ഒന്നുകൂടി കനക്കാനല്ലേ സാധ്യത? സൈത്ത്, സ്വാഭാവികമായും പ്രതിഷേധം കൂടുതൽ കനക്കാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ രാഹുൽ നിലപാട് വ്യക്തമാക്കിയതായിരുന്നു. അതായത് ഈ ഒരു വിഷയം അതൊന്നും തണുക്കുന്നത് വരെ മണ്ഡലത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഇത് നേതൃത്വവും ഇക്കാര്യത്തിലൊരു നിർദ്ദേശം രാഹുലിന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ രാവിലെ മുതലുള്ള പ്രതികരണങ്ങൾ, അതായത് ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെയും ഒപ്പം തന്നെ പിന്നീട് നടന്ന VD സതീശന്റെയും ഒക്കെ മറുപടിയിലൂടെ തന്നെ നമുക്കത് വ്യക്തമാകുന്നത് രാഹുലിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നു. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും. അത് ദോഷകരമായി ഭവിക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല. അതായത് ഈ രാജിവെച്ച് പിന്മാറിയാൽ ഒരുപക്ഷെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിലവിൽ അധ്യക്ഷ സ്ഥാനം ഒരു ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചിട്ടുണ്ട്. അത് മതി, അവിടെ തന്നെ ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് AICC നേതൃത്വം എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിന് മുമ്പ് ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു മെന്റർ, അതിനപ്പുറം ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നൊക്കെ എല്ലാ തവണയും മാധ്യമങ്ങളെ കാണുമ്പോഴും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു തരത്തിലും രാഹുലിനെ കൈവിടാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും രാഹുലിനെ തള്ളിപ്പറയാൻ ഷാഫി തയ്യാറായില്ല. മറ്റാരോപണങ്ങൾക്കും മറുപടി ഷാഫിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു തരത്തിൽ പോലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലും അതിൽ മറുപടി പറയാതിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷാഫി പറമ്പിൽ. പക്ഷേ അതിന് വിപരീതമായി അത്തരത്തിലൊരു കാഴ്ച കൂടി ഇന്ന് നമുക്ക് കാണേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മറ്റൊരാളെ നിശ്ചയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ആ സ്ഥാനത്തേക്ക് തന്റെ പിൻഗാമിയായി കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവിധ പിന്തുണയും നൽകുകയും ഒപ്പം തന്നെ നേതൃത്വത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാശി പിടിക്കുകയും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ഒപ്പം തന്നെ പിന്നാലെ വടകരയിലേക്ക് ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരത്തിലേക്ക് പോകുമ്പോൾ തന്നെ കഴിഞ്ഞ 3 തവണ 2011-ലും 2016-ലും 2021-ലും വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിച്ച പാലക്കാട് മണ്ഡലത്തിലേക്കും ഷാഫിയുടെ കൈപിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് മത്സരിപ്പിക്കുകയും അതിലും വലിയ എതിർപ്പുണ്ടായിരുന്നു. പി സരിൻ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യം, ഒപ്പം തന്നെ നിരവധി യുവജന നേതാക്കൾ പാർട്ടി വിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരുപാട് വിഭാഗങ്ങൾ ഇതിൽ എതിർപ്പുമായി രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും തന്നെ ഷാഫിയുടെ ഒറ്റ ഒരു വാശിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും പിന്നീട് വിജയിച്ച് കയറുകയൊക്കെ ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇത്രയും വലിയൊരു ആരോപണം വന്നപ്പോൾ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു പരാമർശം നടത്തുകയോ ഒക്കെ ചെയ്യുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പോലും തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നു. അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള രീതിയിൽ രാഹുലിനെയോ അല്ലെങ്കിൽ പാർട്ടിയോ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും ഷാഫിയുടെ ഭാഗത്തു നിന്ന് വന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വിവാദങ്ങളിലൊന്നും തന്നെ ഒരു പരാമർശവും നടത്തിയില്ല. ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി മറുപടി പറയാതെ ഷാഫി പറമ്പിൽ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുകയും ചെയ്തത്. അങ്ങനെ പൂർണ്ണമായും പാർട്ടി നേതൃത്വം രാഹുലിന്റെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് വരുന്നു, ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഇനി ഭരണപക്ഷവും ഒപ്പം തന്നെ BJP ഉൾപ്പെടെയുള്ളവർ ഏത് തരത്തിലായിരിക്കും ഇനി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഏതറ്റം വരെ പോകുമ്പോഴും ഇപ്പോൾ പ്രതിരോധം തീർക്കുന്ന വിഷയം, അതായത് ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ MLA-മാർക്കെതിരെ പോലും വലിയ രീതിയിൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളൊന്നും രാജിവെക്കേണ്ടത് ഇല്ല എന്ന തീരുമാനം CPM എടുത്തപ്പോൾ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് മേൽ ഇത്തരത്തിൽ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ രാജിവെക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു എന്നുള്ള ചോദ്യം, അത് എത്ര കണ്ട് അത് പ്രതിരോധം സൃഷ്ടിക്കാനാകും, പാർട്ടിയെ കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കാനാകുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ രാജിയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം.
അതാണ് സാഹചര്യം. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടം കൂടി പ്രതികരിച്ച സ്ഥിതിക്ക് ശശിനാരായണൻ, ഇനി രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസങ്ങളിലായി വീട്ടിലാണ്, പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? പാലക്കാടേക്ക് പോകുമോ? അത്തരം യാത്രാ പരിപാടി രാഹുൽ മാങ്കൂട്ടം നിശ്ചയിച്ചിട്ടുണ്ടോ? അക്കാര്യങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹം പാലക്കാടിലേക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഇന്ന് ഷാഫി പറമ്പിലിന്റെ പ്രതികരണത്തിന് ശേഷം അദ്ദേഹം പ്രതികരിക്കുമെന്ന ഒരു സൂചനയുണ്ട്. എന്തായാലും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹമായി അടുത്ത് നമ്മൾ നിന്ന് വ്യക്തമാക്കിയ ഒരു കാര്യമാണ് രാജിവെക്കില്ല, ഇതുമായി ബന്ധപ്പെട്ട ആരോപണത്തിന്റെ പേര് രാജിവെക്കില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള. രാജി ഒരു ആലോചനയിൽ പോലുമില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പാലക്കാടിലേക്ക് മണ്ഡലത്തിലേക്ക് പോകുന്ന കാര്യം അദ്ദേഹം ഇന്ന് തീരുമാനിക്കും. ആ മണ്ഡലത്തിൽ എന്തായാലും പോകേണ്ടതായിട്ടുണ്ട്. പാർട്ടി കൃത്യമായി രാഹുലിനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിലപാടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നുള്ള തീരുമാനത്തേക്ക് രാഹുൽ എത്തിയിട്ടുള്ളത്. പാലക്കാട് മണ്ഡലത്തിലേക്ക് അദ്ദേഹം പോകുന്ന കാര്യം ഇന്നാണ് തീരുമാനിക്കുക. കഴിഞ്ഞ 2 ദിവസമായി ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങാനോ പൊതുപരിപാടികൾ പങ്കെടുക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CPM നേതൃത്വത്തിൽ, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ BJPയുടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത, അല്ലെങ്കിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റാത്ത, തൊട്ടടുത്ത അടൂര് പോലും അദ്ദേഹത്തിന് സൗഹൃദ ബന്ധങ്ങളിൽ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത, പോകാൻ കഴിയാത്ത തരത്തിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് വീടിന്റെ ഫ്രണ്ടിലെ ഗേറ്റിൽ അടച്ച് ഒരു ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് അദ്ദേഹം വീട്ടിലുള്ളത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ, അതായത് ഇനി ഈ പ്രതികരണമെല്ലാം വന്നതിന് ശേഷം ഇന്ന് അദ്ദേഹം തീരുമാനിക്കും പാലക്കാട്ടെ പരിപാടികളിൽ മണ്ഡലത്തിൽ പോകുമോ എന്നുള്ള കാര്യങ്ങൾ ഇന്നായിരിക്കും അറിയാൻ കഴിയുക. ഏതായാലും മണ്ഡലത്തിൽ സജീവമായി അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം പാർട്ടി നേതൃത്വം ഒരു കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. രാഹുലിന് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. സമാനമായ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഇടതുപക്ഷത്തിന് പല MLA അടക്കമുള്ള ഇത്തരത്തിൽ ആരോപണം ഉണ്ടായപ്പോൾ രാജിവെച്ച സാഹചര്യമില്ല. അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞു. അത് സ്വമേധയാ പാർട്ടി ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ആരോപണ വിധേയനായ രാഹുൽ അത് രാജിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പരാതി നിലവിലില്ല, കോടതിയിൽ കേസെടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹത്തിന് പൊതുപരിപാടികൾ പങ്കെടുക്കുക, അദ്ദേഹത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുക എന്നൊരു നേതൃത്വത്തിന്റെ ഒരു കാര്യം കൂടി ഇപ്പോൾ പിന്തുണയും അറിവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. കോൺഗ്രസ് എന്തായാലും ഈ പ്രതിഷേധങ്ങളെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിലപാടെടുത്തത്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ പരിപാടികളുമായി ഇനി പുറത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ്. പക്ഷേ നേരിടേണ്ടി വരിക വലിയ പ്രതിഷേധങ്ങളാണ്. ഈ പാലക്കാട് നടക്കുന്ന ശാസ്ത്രമേളയുടെ സ്വാഗത സംഘ രൂപീകരണ കമ്മിറ്റിയിൽ നിന്നും ഇപ്പോൾ അവിടുത്തെ MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തെ സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം MLA ആണെങ്കിൽ കൂടിയും വലിയ തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടതുണ്ട്. വരാനിരിക്കുന്ന വലിയ പ്രതിഷേധങ്ങളുടെ ദിവസമാണ് എന്ന കാര്യം കൂടിയുണ്ട്. കോൺഗ്രസ് എങ്ങനെ ഈ പ്രതിഷേധങ്ങളെ നേരിടുമെന്നതും വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഗുരുതരമാണ്, അത് അന്വേഷിക്കും, അതിനപ്പുറം MLA സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇന്ന് രാവിലെ വടകരയിൽ മാധ്യമങ്ങളെ കണ്ട ഷാഫി പറമ്പിൽ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടുമില്ല. ഷാഫിയുടെ വാക്കുകൾ. ചോദിച്ച ചോദ്യങ്ങളിൽ 2 കാര്യം. രാഹുലിന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടി, മുങ്ങി എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചില കാർഡുകളൊക്കെ കാണാനിടയായി. പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ്. ബീഹാറിൽ നടക്കുന്ന ഒരു എക്സസൈസിന്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. അവിടെ ഒരു MP എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിലും ആ സമരത്തിന്റെ, ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. 21-ാം തീയതി പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോകാൻ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിന് പോയിട്ട് ഞാൻ തിരിച്ചിന്ന് പുലർച്ചെയാണ് എത്തിയത്. വന്ന് ഞാൻ നിങ്ങളെ കാണുന്നു. ഇപ്പൊ ബീഹാറിലേക്ക് പോയി എന്ന് പറയാം, ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബീഹാറിലേക്ക് എനിക്ക് പോകേണ്ട ഉത്തരവാദിത്വം ഇല്ല, ഞാൻ പോകണ്ടേ? ബീഹാറിൽ ഒരു യാത്ര നടക്കുമ്പോൾ ഞാൻ അവിടെ പാർലമെന്റ് മെമ്പർ ആയിരിക്കും. ഇനിയിപ്പോൾ 26-ാം തീയതി ഒരു ലോട്ട് MP-മാർ 26-ന് പോകുന്നുണ്ട്, കുറേ ആളുകൾ സമാപനത്തിന് പോകുന്നുണ്ട്. അപ്പം എനിക്ക് പോകാൻ കഴിയാവുന്ന ഒരു ദിവസം അതാണ്. എനിക്ക് ഇന്നും ഇവിടെ പരിപാടിയുണ്ട്, എനിക്ക് നാളെ ഉണ്ട്. 25-ന് NHA ഓഫീസിൽ പോകണം, 26-ന് മിഷന്റെ പരിപാടിയുണ്ട്, 27-ന് KK രമ MLA നടത്തുന്ന പരിപാടിയുണ്ട്, 28-ാം തീയതി ഞാനൊന്ന് വിദേശത്ത് പോകുന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ യാത്ര തീരുന്നതിനും എനിക്ക് പോകാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ അവിടെ പോകുമ്പോൾ അത് പിന്നെ അന്ന് മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം. മാധ്യമങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ വരി നിന്ന് കാണണം എന്നുള്ള നിർബന്ധ ബുദ്ധി എവിടെയെങ്കിലും ഉണ്ടോ? KPCC പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ?
അന്ന് ആ വിഷയത്തിൽ എൻ്റെ പ്രസിഡന്റ്, ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു, പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു, രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ കണ്ടു. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരി നിന്ന് പത്രസമ്മേളനം നടത്തണം, കാര്യങ്ങൾ പറയുന്ന നിർബന്ധബുദ്ധിയോടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇനി മാധ്യമങ്ങളോട്, എന്നെ ബന്ധപ്പെട്ട എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരോട്, ഞാനിപ്പോൾ KPC പ്രസിഡന്റും നേതാക്കന്മാരും മറ്റുള്ളവരുമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്, ഇന്ന് കാണുന്നില്ല എന്നുള്ള അറിയിപ്പ് എൻ്റെ ഓഫീസ് അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് ഒളിച്ചോടേണ്ടത്? ആരെ പേടിച്ചിട്ടാണ് ഒളിച്ചോടേണ്ടത്? മാധ്യമങ്ങളെ പേടിച്ചിട്ടോ? അതല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പ്രതിഷേധങ്ങൾ പേടിച്ചിട്ടോ? ഇപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രതിഷേധം വന്നു, ആരും ഒളിക്കുന്നു ഓടുന്നൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട്, പ്രതിഷേധങ്ങളെ കണ്ടിട്ടുമുണ്ട്, മാധ്യമങ്ങളെയും കണ്ടിട്ടുണ്ട്, ചോദ്യങ്ങൾ ഉത്തരം അങ്ങനെ. അപ്പോൾ ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന, ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത്. അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഈ രാജി വേറെ ഏതെങ്കിലും CPM പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുക്കൽ അപ്പം വരുമായിരുന്നു. കണ്ടോ FIR ഇല്ലാത്ത രാജി, കണ്ടോ പരാതി ഇല്ലാത്ത രാജി, കണ്ടോ പിന്നെ കേസെടുക്കാത്ത രാജി, കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജി, കണ്ടോ കുറ്റവിധി ശിക്ഷ വിധിക്കും കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് രാജി. അപ്പം എല്ലാവരും അതിൻ്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരുന്നു. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും തുടരേണ്ട കാര്യമില്ല, ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന്, പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല. അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടി അറിയിച്ചു, പാർട്ടി അത് അംഗീകരിക്കുന്നു, ആ തീരുമാനം ഒഴിയുകയും ചെയ്തിരിക്കുന്നു. അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഇതിനകത്താണ്. ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് വിഷയത്തിന്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം, കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം, ഗവൺമെന്റിന്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ തൽക്കാലം മറച്ചു പിടിക്കാൻ ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ, CPM-ന്റെ പ്രതികരണങ്ങൾ എന്നുള്ള രാഷ്ട്രീയമായിട്ട് അതിനെ കാണാം. പക്ഷെ മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഭാവമെങ്കിൽ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാവില്ല. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ, പ്രതിഷേധങ്ങളുടെ, അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് പോവില്ല. ഗവൺമെന്റിന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുന്ന ആ സമീപനം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന രാജിക്കപ്പുറവുമുള്ള കോൺഗ്രസിന്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇന്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, നേരെ മറിച്ച് അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ളതാണ്. ഇപ്പൊ കത്തുൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തുമ്പോൾ അതിനെ മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ വല്ല ധാർമ്മികതയുടെ വേഷമണിയാന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പൊ MLA-മാർ ഉൾപ്പെടെയുള്ള കാര്യത്തിലുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ പറയുന്ന ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള സമിതി ഇതാണ് ഷാഫി പറമ്പിൽ വിശദീകരിക്കുന്നത്. ഷാഫി പറമ്പിൽ എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഉണ്ടെന്ന് പറയുമ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നിന്നു കൊടുത്തില്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ തന്നെയാണ് ഷാഫി പോകുന്നത്.